ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പരമാവധി 200-300 വേഗതയിൽ സഞ്ചരിക്കാനാകുമെങ്കിലും അത്ര വേഗതയിൽ വാഹനം ഓടിക്കാൻ നമ്മുടെ നാട്ടിലെ റോഡ് നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അപകട സാധ്യതകൾ മുൻനിർത്തിയാണ് ഈ വിധത്തിലുള്ള നിയമങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ റോഡുകളുടെ നിലവാരവും വാഹനങ്ങളുടെ ഉയർന്ന വേഗതയ്ക്ക് അനുയോജ്യമല്ല. ഇന്ത്യയിലെ വിവിധ റോഡുകളിൽ ഒരു നിശ്ചിത വേഗപരിധി നിജപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ 6 വരി ദേശീയപാതകളിൽ 9 സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് പരമാവധി വേഗത മണിക്കൂറിൽ 110 കിലോമീറ്ററായാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 9 സീറ്റുകളിൽ കൂടുതലുള്ള ലൈറ്റ്, മീഡിയം, ഹെവി വാഹനങ്ങൾക്ക് 6 വരി ദേശീയപാതകളിൽ വേഗതാ പരിധി മണിക്കൂറിൽ 95 കിലോമീറ്ററാണ്. 4 വരി ദേശീയപാതകളിൽ 9 സീറ്റുകൾ വരെയുള്ള വാഹനങ്ങൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്ററും 9 സീറ്റുകളിൽ കൂടുതലുള്ള വാഹനങ്ങൾക്ക് മണിക്കൂറിൽ 95 കിലോമീറ്ററുമാണ് കേരളത്തിൽ വാഹനങ്ങൾക്കുള്ള മറ്റ് വേഗതാ പരിധികൾ. എല്ലാ റോഡുകളിലും ഇരുചക്ര വാഹനങ്ങൾക്ക് മണിക്കൂറിൽ 60 കിലോമീറ്ററായാണ് വേഗത നിശ്ചയിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് വാഹനങ്ങളുടെ വേഗതാ പരിധിയെ സംബന്ധിച്ചല്ല, മറിച്ച് 300 കിലോമീറ്ററിലധികം വേഗതയിൽ വാഹന സഞ്ചാരം സാധ്യമാക്കുന്നൊരു റോഡ് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് എന്നതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഹൈസ്പീഡ് ടെസ്റ്റ് ട്രാക്കായ നാഷണൽ ഓട്ടോമോട്ടീവ് ടെസ്റ്റ് ട്രാക്സ് അഥവാ നാട്രാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പാത മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ പീതാംപൂരിലാണ്. 13.3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത ലോകത്തിലെ തന്നെ 5ാമത്തെ വലിയ ടെസ്റ്റ് ട്രാക്കാണ്. ഇൻഡോറിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയായാണ് ഈ ട്രാക്ക് ഉള്ളത്. ഇൻഡോറിനെ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന NH-52 ബൈപ്പാസ് റോഡിലാണ് ഈ ട്രാക്ക് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഓട്ടോമോട്ടീവ് കമ്പോണന്റ് പരിശോധനകൾക്ക് വലിയ മുതൽക്കൂട്ടാണ് നാട്രാക്സ്. സമാന രീതിയിൽ ചൈനയും ജപ്പാനും സാധ്യമാക്കിയിരിക്കുന്ന ട്രാക്കുകളേക്കാൾ സൗകര്യം ഇന്ത്യയിലെ നാട്രാക്സിനുണ്ട്. ഓവൽ ഷേപ്പിലുള്ള ടെസ്റ്റ് ട്രാക്കിന് 16 മീറ്റർ വീതിയും 4 ലൈനറുകളുമാണുള്ളത്. മുമ്പൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചായിരുന്നു പരിശോധനകളും പരീക്ഷണ ഓട്ടവും നടത്തിയിരുന്നത്. എന്നാൽ നാട്രാക്സിന്റെ വരവോടെ ഇപ്പോൾ പുതിയ വാഹന മോഡലുകളുടെ പരിശോധനയ്ക്കായി ഇന്ത്യ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നില്ല. 250 കിലോമീറ്റർ ന്യൂട്രൽ സ്പീഡിനും 375 കിലോമീറ്റർ മാക്സിമം സ്പീഡിനും അനുയോജ്യമായാണ് നാട്രാക്സിന്റെ ട്രാക്ക് ഡിസൈൻ. ബ്രേക്ക് പെർഫോമൻസ്, ഇന്ധന ഉപഭോഗം, എമിഷൻ, ഹൈസ്പീഡ് ഹാൻഡിലിംഗ് എന്നീ പരിശോധനകൾ ഈ ട്രാക്കിൽ നടത്താനാകും. എല്ലാത്തരം വാഹനങ്ങളും വികസിപ്പിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും ഇവിടുത്തെ ഹൈസ്പീഡ് 4 വരി ട്രാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ട്രാക്കിന് 11.3 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. അതിനാൽ തന്നെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സിന് എല്ലാത്തരം പരിശോധനകളും ഒരിടത്ത് നടത്താൻ കഴിയും. ഇവിടുത്തെ വാഹന ഡൈനാമിക് പ്ലാറ്റ്ഫോം 300 മീറ്റർ സ്റ്റിയറിംഗ് പാഡാണ്. ഇത് 1500 മീറ്റർ നീളമുള്ള വാഹന ഡൈനാമിക് ടെസ്റ്റ് ഏരിയയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഫ്രിക്ഷൻ ബ്രേക്കിംഗ് ട്രാക്കിൽ ബസാൾട്ട്, സെറാമിക്, ഉയർന്ന ഫ്രിക്ഷൻ അസ്ഫാൾട്ട്, ഹോമോലോഗേഷനായി പോളിഷ് നിലവാരം തുടങ്ങിയ വിവിധ പ്രതലങ്ങളിൽ ബ്രേക്കിംഗ് പരിശോധനകൾ നടത്താൻ കഴിയും. ഇതുകൂടാതെ ഗ്രേഡ് ട്രാക്ക്, ചരൽ, ഓഫ് റോഡ് ട്രാക്ക്, ഹാൻഡിലിംഗ് ട്രാക്ക്, കംഫർട്ട് ട്രാക്ക്, സസ്റ്റൈനബിലിറ്റി ട്രാക്ക്, നോയിസ് ട്രാക്ക്, വെറ്റ് സ്കിഡ് പാഡ് തുടങ്ങിയ മറ്റ് സൗകര്യങ്ങളും നാട്രാക്സിലുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഘനവ്യവസായ കേന്ദ്ര പദ്ധതിയായ നാട്രിപ്പ് അഥവാ നാഷണൽ ഓട്ടോമോട്ടീവ് ടെസ്റ്റിംഗ് ആൻഡ് R&D ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് പ്രകാരമാണ് നാട്രാക്സ് അതിവേഗ ട്രാക്ക് നിർമ്മിച്ചത്. 2018 കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ ആണ് നാട്രാക്സ് ഉദ്ഘാടനം ചെയ്തത്. 3000 ഏക്കർ വിസ്തൃതിയുള്ള നാട്രാക്സ് 1321 കോടി രൂപ ചിലവിട്ടാണ് യാഥാർത്ഥ്യമാക്കിയത്. വാർത്തയുടെ നിറം തേടി തനി നിറം.